ആര്യ, ടെർമിനൽ 1 ഗേറ്റ് 1 നിന്നും 2 വരെ നീണ്ടു കിടക്കുന്ന മേൽക്കൂരയാണ് ഇന്ന് പുലർച്ചെ 5 മണിക്ക് തകർന്നു വീണത്. അതിന് പിന്നാലെ ഈ ടെർമിനൽ 1 പുറപ്പെടേണ്ട ഇൻഡിഗോയാണ് ഏറ്റവും കൂടുതൽ ടെർമിനൽ 1 നിന്നും സർവീസ് നടത്തുന്നത്. പ്രധാനമായിട്ടും ഇൻഡിഗോ തന്നെയാണെന്ന് പറയാം. പിന്നെ സ്പൈസ് ജെറ്റ് ആണുള്ളത്. ഈ 2 വിമാനങ്ങളും ഉച്ചയ്ക്ക് 2 മണി വരെ അവിടെ നിന്നും പുറപ്പെടേണ്ട എല്ലാ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷേ ടെർമിനൽ 2ഉം ടെർമിനൽ 3ഉം ഇപ്പോൾ പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാണ്. അവിടെ നിന്നും ഈ ടെർമിനൽ 1 യാത്രക്കാർക്ക് ബദൽ മാർഗം ഒരുക്കി നൽകാം എന്നുള്ള കാര്യം ഈ വിമാന അധികൃതർ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് GMR, ഡൽഹി വിമാനത്താവളം അടക്കമുള്ള ആ പ്രദേശത്തിൻ്റെ മുഴുവൻ അധികാരവും GMRനാണ്. അവരും ഇതിനോടകം തന്നെ ഈ ടെർമിനൽ 2, 3 നിന്നും പുറപ്പെടുന്ന വിമാനങ്ങളിൽ ഒരു ബദൽ മാർഗം ഒരുക്കി നൽകാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വൈകും, കുറച്ചധികം സമയം വൈകും എന്നുള്ള കാര്യമാണ്. മാത്രമല്ല ഈ ടെർമിനൽ 1 റൺവേയിലേക്ക് അടക്കം വെള്ളം കയറിയിട്ടുണ്ട്. അതടക്കം വലിയ രീതിയിൽ ഈ വിമാന സർവീസുകളെ ബാധിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മേൽക്കൂര തകർന്നു വീണ ഭാഗത്തെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് എടുത്തു മാറ്റണം ആ പ്രദേശത്ത് നിന്നും. അത് ദേശീയ ദുരന്ത നിവാരണ സേനയാണ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അപകടം പറ്റിയ ഭാഗത്തു നിന്നുള്ള അവശിഷ്ടങ്ങളെല്ലാം തന്നെ എടുത്തു മാറ്റുന്നത്. നിലവിൽ ഒരുപാട് ആളുകൾ ഒരു നേർചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് കൃത്യമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴയിൽ ഡൽഹി ആകെ ദുരിതത്തിലായി മാറിയിരിക്കുകയാണ്. പലയിടങ്ങളിൽ പല പ്രധാനപ്പെട്ട റോഡുകളും തോടുകളായി മാറിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ പല സർവീസുകളും ഉച്ചയ്ക്ക് 2 മണിവരെ റദ്ദാക്കേണ്ട സാഹചര്യം മേൽക്കൂര തകർന്നു വീഴുന്നതുമായി ബന്ധപ്പെട്ട്